ഹലോ ഗൈസ്. അപ്പം ഒരാൾ പറഞ്ഞു എഫ് എന്റെ ലെക്ചേഴ്സ് വേണം, അല്ലെങ്കിൽ എഫ് എന്റെ എങ്ങനെ പാസ്സാന്നുള്ള ഒരു ഇതുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എഫ് എ എങ്ങനെ പാസ്സാവാൻ നോക്കാം. ഇപ്പം ഫസ്റ്റിൽ ഞാൻ ഇപ്പം എഫ് എന്റെ ലെക്ചർ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എഫ് എന്റെ ലെക്ചർ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതിൽ ഏതൊക്കെ ടോപ്പിക് വരുന്നുണ്ട് എന്ന് ഞാൻ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എത്ര ടോപ്പിക് വരുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്, മാക്സിമം ടിപ്സ് ആയിട്ടൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് നോക്കി നോക്കാം. എക്സാം പാറ്റേൺ എന്താ? ഫസ്റ്റ് സെക്ഷൻ എ വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു സെക്ഷൻ ബി വരുന്നുണ്ട് അല്ലേ. സെക്ഷൻ എ എനിക്ക് തോന്നുന്നു 70 മാർക്സ് ആണ്, 35 MCQ ഉണ്ടാവും അതിൽ. പിന്നെ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ 15 മാർക്സ് വന്നിട്ട് നമുക്ക് 30 മാർക്സ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ 100. ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതായത് കുറേ വർക്കിംഗ് ഉള്ള. രണ്ടാമത് ഒരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. SOPL അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടൊക്കെ സിംഗിൾ എൻറ്റിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ എഫ് ഐ ചെയ്തിട്ട് കുറേ ആയപ്പോൾ എല്ലാം വിട്ടുപോയി. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ടോപ്പിക്സ് ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ വരുന്നുണ്ടെന്ന്. ഈ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതാണോ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ അങ്ങനെ ചെയ്തു വരാം. എല്ലാ ടോപ്പിക്കിൻ്റെ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ നോക്കാം. എഫ് എൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ടോപ്പിക്സ് വരുന്നതിന് മുന്നേ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് ആയിട്ട് പറയുമ്പോൾ, ഒരിക്കലും നമ്മൾ തിയറി അവോയ്ഡ് ചെയ്യാൻ പാടില്ല. തിയറി അത്യാവശ്യമൊക്കെ ഉണ്ട് എഫ് ആറിൽ, എഫ് എയിൽ. എഫ് കേട്ടോ, ഞാൻ എഫ് ആർ എന്ന് പറഞ്ഞു വയ്ക്കണ്ടാവും, അതായത് ഇപ്പം സ്കിൽ ലെവൽ എഫ് ആർ ചെയ്തതിനെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, സോറി. എഫ് എ കേട്ടോ. ഓക്കെ, അപ്പോൾ എഫ് എൻ്റെ തിയറി അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് എപ്പോഴും നല്ലൊരു, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റ് വേണം. നല്ല പേഷ്യൻ്റ് ആയിരിക്കണം ജേണിയിൽ. എന്നിട്ട് ന്യൂമറിക് സബ്ജക്റ്റ് ആണ്, അപ്പം പ്രാക്ടീസ് ഒരു മേസ്റ്റ് സംഭവമാണ്. പ്രാക്ടീസ് അല്ലാണ്ട് ഒരു അങ്ങോട്ട് നടക്കില്ല. അപ്പം നമ്മൾ ACCA സ്റ്റഡി ഹബ്ബ് പ്രയോറിറ്റി ഫസ്റ്റ് തന്നെ കൊടുക്കണം. പിന്നെ സെക്കൻഡ് BPP അല്ലേ കാപ്ലാൻ. കാപ്ലാൻ ചെയ്ത് നോക്കുക. കാപ്ലാനാണ് ഏറ്റവും ബെസ്റ്റ് കൺസോൾട്ടേഷൻ പോലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ. അപ്പം കാപ്ലാൻ കുറച്ചുകൂടെ നല്ല ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. കൺസോൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക കാപ്ലാൻ ചെയ്യാം. ബാക്കിയൊക്കെ BPPയും സ്റ്റഡി ഹബും ചെയ്യാം. അപ്പം കുറച്ച് സില്ലി മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സാം ചെയ്യുന്നേരം നിങ്ങൾ സെക്ഷൻ എ തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. സെക്ഷൻ 70 മാർക്സ്, ഇതിൽ നിന്നൊരു മാക്സിമം എല്ലാ MCQ ടൈപ്പൊക്കെ മാക്സിമം സ്കോർ ചെയ്യുക. നിങ്ങളെ പരമാവധി സ്കോർ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്താൽ ഈസി ആയിട്ട് പാസ് ചെയ്യുന്ന പേപ്പറാണ്. നമുക്ക് പാസ്സാവാനുള്ള ഒരു മൈൻഡ് സെറ്റ് മതി എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ എപ്പോഴും നമ്മളെ ഒരിക്കലും ടാർഗറ്റ് 50 വെക്കാൻ പാടില്ല. പാസ്സാവണം എന്നുള്ള ടാർഗറ്റ് വെക്കാൻ പാടില്ല. ഒരു 75 അല്ലെങ്കിൽ ഒരു 70 to 75 ടാർഗറ്റ് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നല്ലോണം എയിം ചെയ്യും. എനിക്ക് 75 എക്സാമിന് കിട്ടുന്നുള്ള രീതിക്ക് പഠിച്ച് ചെയ്താൽ നിങ്ങൾ പാസ്സാവും. അത് 50 ആണോ 60 ആണോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ പാസ്സാവും ഒരിക്കലും. അപ്പം 50 ടാർഗറ്റ് ചെയ്ത് പഠിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരു 48 ഫോളോ ആവും, അല്ലെങ്കിൽ 47 ഫോളോ ആവും, അല്ലെങ്കിൽ 45 46. അപ്പം നല്ല സങ്കടമാവും, നല്ല ഹാർഡ് ബ്രേക്കിംഗ് ആയിരിക്കും. പിന്നെ എക്സാം ഫീസ് നമ്മൾ കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മാക്സിമം നോളജ് ലെവലിനെ കുറേ പോകാനുള്ളതാണ്. അപ്പം നോളജ് ലെവലിനെ മാക്സിമം പാസ്സായി വരാൻ നോക്കുക. പാസ്സായിക്കില്ലെങ്കിൽ ഇതൊന്നും നമ്മളെ കൺട്രോളിൽ കിടക്കുന്ന കാര്യങ്ങളല്ല. റിസൾട്ട് നമ്മളെ കിടക്കുന്ന കാര്യമല്ല. ക്വസ്റ്റ്യൻസ് ചിലപ്പം ലെക്കിന് മാറിയിരിക്കാം. ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ എല്ലാം കവർ ചെയ്യണം. നമുക്ക് ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗമായിരിക്കും ചിലപ്പോൾ എക്സാമിന് വരിക, ചിലപ്പം ബാക്കിയുള്ള പോലെ വരാണ്ട്. എന്തും പഠിച്ച ആൾക്കാർക്ക് അതൊന്നൊരു വിഷയമല്ല. ടോപ്പിക്സ് ഒക്കെ നോക്കി നോക്കുക. ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ് ഇത്. അതിൽ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ്, മെയിനായിട്ട് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ചെറിയ ടോപ്പിക്കാണ്. വേഗം കഴിയും. ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ഇൻവെൻട്രി വരുന്നുണ്ട് ടോപ്പിക്ക്. പിന്നെ കറക്ഷൻ ഓഫ് എറേഴ്സ്. ഇതിൻ്റെയൊക്കെ MCQ അല്ലെങ്കിൽ കുറച്ച് ലെക്ചറും
എൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൽ ഞാൻ കുറച്ച് ടോപ്പിക് സ്റ്റാർ ചെയ്ത് നോക്കും. അതാണോ നിങ്ങൾക്ക് ടഫ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടിയതെന്നുള്ളതൊന്ന് ഈ ടോപ്പിക്ക് ഒന്ന് പറഞ്ഞു തരണം. എന്നാൽ എനിക്കത് എളുപ്പമാവും. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്കെങ്കിലും ഒരാളെൻ്റെ വീഡിയോ ആണെൻ്റെ ഒരാൾക്കെങ്കിലും വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അത് ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആയല്ലോ എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എനിക്കിപ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഞാനൊരു പാഷന് വേണ്ടി, എന്താ പറയുക, ഇതും ഞാനൊരു എക്സ്പേർട്ട് തുതോറോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ചെയ്യുന്ന ഒരാളോ അല്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുക, നിങ്ങളിത് ഒരു അഡീഷനായിട്ട് കണ്ട് അത് പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി തുടങ്ങി, അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടല്ലോ, ഒരാൾ കൊണ്ട് ചെയ്യുന്നതല്ല ഇത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഉള്ളത്. അതൊരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ പാസ്സായ ഒരാളായിട്ടുള്ളത്. അല്ലാണ്ട് ഞാനിതിൽ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളോ ഒന്നുമല്ല. ആദ്യം ആലോചിക്കുക. അത് ഏതൊരാളാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, ഇവനെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ചെയ്തിട്ട് യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ മാത്രം ഒരാളെ ഫോളോ ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ടൈമൊക്കെ നിങ്ങൾ വേസ്റ്റ് ആവും. ഓക്കെ. പിന്നെ വരുന്നത് റേഷ്യോ പാർട്ടാണ്. റേഷ്യോസ്, അതായത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് FS ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. റേഷ്യോസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഫോർമാറ്റ്സ് ആണ്. അതിൽ ക്യാഷ് ഫ്ലോൻ്റെ ഫോർമാറ്റ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ടോപ്പിക്സും മൊത്തത്തിലായിട്ടോ പറയുന്നത്. ഏരിയാസ് നമുക്ക് ഫോക്കസ് ഏരിയാസ് എന്നെല്ലാം കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പിക് ഏരിയ എന്ന് കൊടുക്കാം. ടോപ്പിക് ഏരിയാസ് കൊടുക്കാം. അപ്പോൾ ഫോർമാറ്റ്സ് നമ്മൾ ക്യാഷ് ഫ്ലോന്ന് അറിയിക്കണം. SOFP അറിയാലോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് ബാലൻസ് ഷീറ്റ് അറിയണം. SOPL സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അറിയണം. അപ്പോൾ SOPL ഇതിൻ്റെ ഒക്കെ ഫോർമാറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഈ ഫോർമാറ്റ് കട്ട് ചെയ്തിട്ട് വർക്കിംഗ് വരും, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഫോർമാറ്റ്സ് ഉണ്ടാവും നമുക്ക്. ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത് മെയിനായിട്ട് ചെയ്യാൻ നോക്കുക. ഫോർമാറ്റ് അങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ച് എക്സാം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാഷ് ഫ്ലോണ്ടൊക്കെ പാർട്ടായിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഒക്കെ പാർട്ടായിട്ട് ചോദിക്കുക. പിന്നെ നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഡോക്യുമെന്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇതൊരു തിയറി ആട്ടോ. തിയറി ഒക്കെ അത്യാവശ്യം തിയറിയാണ് ടീന്ന് പറയാം. നമുക്ക് തിയറി മനസ്സിലാവില്ല, കുറച്ച് തിയറി ടൈപ്പാണ് ഇതൊക്കെ വരുന്നത്. ഇത് വരുന്നുണ്ട്. പിന്നെ സെയിൽസ് ടാക്സ് അഥവാ വാറ്റ് എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്. ഇൻപുട്ട് വാറ്റ്, ഔട്ട്പുട്ട് വാറ്റ് കാൽക്കുലേഷൻ അതൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലെഡ്ജറായിട്ടാണ് ചെയ്യാനുള്ളത്. എത്ര പേ ചെയ്ത്, ക്യാഷ് എത്ര പേ ചെയ്തിരിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക. പിന്നെ നമുക്ക് വരുന്നത് ഇർറിക്കവറബിൾ ഡെപ്റ്റ്സ് ആൻഡ് അലോവൻസ്. ഇതിൻ്റെ ഓൾഡ് നെയിം പറയുകയാണെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് എന്നൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക് ഏരിയ അത് വരുന്നത്. പിന്നെ വരുന്നത് കൺസോളിഡേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സ്റ്റാർ ചെയ്ത് വെച്ചോ, എക്സാമിന് 100% വന്നിരിക്കും. ട്രിപ്പിൾ സ്റ്റാർ കൊടുത്താൽ. പിന്നെ കൺട്രോൾ, ഈ സെക്ഷൻ ബിയിലാണ് കേട്ടോ വരിക. കൺസോളിഡേഷൻ സെക്ഷൻ എയിലും വർക്കിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കൺട്രോൾ അക്കൗണ്ട് വരുന്നുണ്ട്. കൺട്രോൾഡ് അക്കൗണ്ടിലാണ് എന്ത് ഡെക്ടർ കൺട്രോൾ അക്കൗണ്ട് വരുന്നുണ്ട്, ലെഡ്ജർ അക്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കൺട്രോൾ ലെഡ്ജർ അക്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അത് കൺട്രോൾ അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ഫോർമാറ്റ് ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെച്ചാൽ മാത്രമേ കിട്ടൂ. പിന്നെ ഡിസ്കൗണ്ട് എന്നുള്ള ടോപ്പിക് വരുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫൈനാൻസിൻ്റെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്നൊക്കെ പറയാം. ഫൈനാൻസ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ SOC വരുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ഇതിൻ്റെ ഫോർമാറ്റ് മസ്റ്റാണ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൻ്റെയും ഫോർമാറ്റാണ് മെയിനായിട്ട് നോക്കിയേക്കേണ്ടത്. പിന്നെ ക്യാഷ് ഫ്ലോ ആൻഡ് ഫോർമാറ്റ് അതും പറഞ്ഞു കഴിഞ്ഞു. ക്യാഷ് ഫ്ലോ അതിൻ്റെ ഫോർമാറ്റും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വരുന്ന ടോപ്പിക്കാണ് പ്രൊവിയൻ വരുന്നുണ്ട്. പ്രൊവിയൻ, അപ്രൂവൽസ് ആൻഡ് റീപേയ്മെൻറ്റ്.
പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നുണ്ട്. ഈ പ്രൊവിഷനും ഏകദേശം തിയറിയാണ് കേട്ടോ. തിയറി ഉൾപ്പെടുത്താം നമുക്ക്. മിക്സ് കോൺസെപ്റ്റും തിയറിയാണ്, പക്ഷെ ഒരു തിയറി ടൈപ്പാണ്. പിന്നെ ടാഞ്ചിബിളും ആൻഡ് നോൺ ടാഞ്ചിബിൾ അസറ്റ്സ്. നോൺ ടാഞ്ചിബിൾ അസറ്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? നോൺ കറണ്ട് അസറ്റ്. ടാഞ്ചിബിൾ ആൻഡ് നോൺ ടാഞ്ചിബിൾ, നോൺ കറണ്ട് അസറ്റ് കേട്ടോ. അപ്പം ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് പ്രോപ്പർട്ടി പ്ലാന്റൊക്കെ പറയാം. നോൺ ടാഞ്ചിബിൾ ആകുമ്പോൾ ഗുഡ് വില്ല് അങ്ങനത്തെ ഒക്കെ അല്ലേ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക്, അഥവാ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. അതൊരു കംപ്ലീറ്റ് തിയറി ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് 2 ചാപ്റ്ററാണ് തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഒരു 10 മാർക്സ് ഒക്കെ അല്ലെങ്കിൽ അത്രയൊക്കെ പ്രതീക്ഷിക്കാം. ഇതും കംപ്ലീറ്റ് തിയറിയാണ്. അപ്പം ഇതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഫസ്റ്റ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റേഷ്യോസ് എന്ന് പറഞ്ഞ ഇതിൽ ഞാനൊരു വീഡിയോ ഇടാം, റേഷ്യോസിൻ്റെ വീഡിയോ ഇടാം. കാരണം ഇതൊക്കെ FRലും നല്ലോണം ബാധിക്കുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ ഈ ഫോർമാറ്റ്സിൻ്റെ ഈ ക്യാഷ് ഫ്ലോൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പിന്നെ ഉള്ള കുറച്ച് ടോപ്പിക്സിൻ്റെ വീഡിയോസൊക്കെ കറക്ഷൻ ഓഫ് എറേഴ്സും ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ വരുന്നുണ്ട്. ERS ബാങ്ക് റീകൺസിലേഷൻ വരുന്നുണ്ട് കേട്ടോ. ബാങ്ക് റീകൺസിലേഷൻ വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് FL വരുന്നത്. ഞാനിങ്ങനെ ടോപ്പിക്സ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ചെയ്യാറില്ല. ടെക്സ്റ്റ് ബുക്ക് BPP അല്ലെങ്കിൽ കാപ്ലാനൊക്കെ കണ്ടാൽ നമുക്ക് എല്ലാം കൂടെ ഒരു ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ എങ്ങനെ അത് കവർ ചെയ്യുന്നുള്ള ഇതായിരിക്കും. 2 ആഴ്ചയൊക്കെ കൊണ്ട് എക്സാമും ഉണ്ടാവും. ഇങ്ങനെ എല്ലാ ടോപ്പിക്കും ചുരുക്കി ഇങ്ങനെ അങ്ങനല്ലോ ഓരോ പേപ്പർ ഓരോ ടോപ്പിക്സ് ഓരോ പേപ്പറായിട്ട് ഞാൻ ചെയ്ത്, എന്നിട്ടാണ് ഞാൻ പഠിച്ചത്. പ്രിൻ്റ് ആക്കിയിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ട്സ്, ഇതൊക്കെ വേർഡ് ഫയലിൽ ടൈപ്പ് ചെയ്ത് സാറ് പറയുമ്പോൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ച നോട്ട്സാണ്. ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ലാസ്റ്റിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്നാണ് പറഞ്ഞിരുന്ന പോലും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കൺസോൾട്ടേഷൻ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. പിന്നെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടിയ ടഫ് ഏരിയാസ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായ ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, ആസിഫ് അഷ്റു എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേഴ്സണലായിട്ട് എന്ത് ECC റിലേറ്റഡ് ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം പ്രാക്ടീസ് ചെയ്യാനും ഇതൊക്കെ ശ്രമിക്കുക, മാക്സിമം പാസ്സാവാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് സെറ്റാക്കിയിട്ട് പോവുക. ഒരു ടോപ്പിക്കൊന്നിലും ഓവർ ടഫ് അല്ല. നമുക്ക് ടഫ് ഫീൽ ചെയ്യുന്ന നല്ല ടോപ്പിക്സ് ഒക്കെ ഇതിലുണ്ട്. പക്ഷെ അതിനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് അത് അറ്റംപ്റ്റ് ചെയ്തിട്ടാ, എന്നിട്ട് അതിൽ ഒരു പകുതി മാർക്കിന് സ്കോർ ചെയ്യാനുള്ളൊരു ഇതിലെങ്കിലും നമ്മൾ അല്ലെങ്കിൽ എത്തണം. അല്ലാണ്ട് ഇത് എനിക്കറിയില്ല ഇത് അപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് ആ മൈൻഡ് സെറ്റ് റോങ് ആണ്. നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടാത്തതല്ല, ട്രൈ ചെയ്യുക. അതാണ് മെയിൻ. നമ്മളെ ബെസ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്താൽ നമുക്ക് എന്തായാലും അതിൽ റിസൾട്ട് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഞാൻ, അല്ലെങ്കിൽ ഇത്രയും പാസ്സായ ആൾക്കാർ. അപ്പം നമ്മളെ മിസ്റ്റേക്ക് വരുത്തിനെ കൊണ്ടായിരിക്കും നമ്മളെന്തായാലും ഇതാവുന്നത്. അപ്പം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടൈം എടുത്ത് ചെയ്യാൻ പറ്റും, ഒരു തിരക്കുമില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഓക്കെ, സി യു ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ഞാൻ നിങ്ങളെ റെസ്പോൺസ് ഒക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഒരാൾ ഡെയിലി റൂട്ടീനും പിന്നെ സ്റ്റഡി ടിപ്സൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കാം. പിന്നെ ഓക്കെ, താങ്ക് യു.